ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോണി സ്ട്രീം വേൾഡ്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇല്ല, നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ പാസ്ത ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പാസ്ത. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റി മാറ്റാം. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാം. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കും ചിലപ്പോൾ. ഒത്തിരി വെന്താലും ഒട്ടിപ്പിടിക്കും. ഏകദേശം ഒത്തിരി വെന്തിട്ടില്ല. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കഷ്ണങ്ങൾ അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോളയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. കാബേജോ, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാബേജ് ഇട്ട് കൊടുക്കാം, ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ്. ഞാനിവിടെ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ഇട്ടാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ക്യാബേജ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ബീൻസ് അങ്ങനെ ഏത് വേണ്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് വെജിറ്റബിൾസ്. നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. നമുക്ക് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 തക്കാളിയുടെ പേസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 തക്കാളി പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താണ്. പിന്നെ ഇതിലേക്ക് സോയാ സോസ് ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ തക്കാളിക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമ്മുടെ തക്കാളിക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചുമ്മാ കുറച്ച് ഇലകളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പാസ്തയിലേക്കുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒത്തിരി സമയം വേവിക്കുന്നുണ്ട്. തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുത്താൽ മതി. അതായത് പാസ്തയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നതല്ലേ, നമുക്കിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ച് ചൂട് വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാസ്ത ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്